അച്ഛൻ ഏതാണ്ട് സംശയമുണ്ട് കേട്ടോ. എന്തിനാ സംശയിക്കുന്നത്? സത്യസന്ധമായ കാര്യങ്ങളല്ലേ ഇതൊക്കെ. കാര്യം പറയുമ്പോ ഒരുമാതിരി ചളിപ്പ് പറയരുത്. അച്ഛനോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ നമ്മുടെ നാട്ടുകാർ മിടുക്കന്മാരാണല്ലോ. ഏതായാലും ആ ചമ്മല് മാറി കിട്ടിയല്ലോ. ശ്രുതിക്കെല്ലാം തമാശയാ. എന്റെ ഉള്ളിൽ തീയ. നീ എന്താ ഇങ്ങനെ പറയുന്നത്? നിനക്കെന്നെ സംശയമുണ്ടോ? നഗരത്തിൽ പഠിച്ച ആള്, വലിയ പണക്കാരൻ, മനസ്സ് മാറിയാലോന്ന് പേടിയാ. പേടിയൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്. ഇന്ന് തന്നെ നിന്റെ അച്ഛനെ കണ്ട് ഞാൻ കാര്യം പറയാൻ പോവാ. ശ്രുതിയുടെ വീട്ടുകാര് നിന്നെ ആരാ ഇഷ്ടപ്പെടാത്തത്? എല്ലാ കാര്യങ്ങളും ദീപക്കറിയാം. പിന്നെന്താ? അതാ ഒരു സമാധാനം. അവളെ ആള് മോശമല്ല. എന്റെ അനിയത്തില്ലേ മോശാവില്ല. എന്താ വല്ല ചുറ്റിക്കളി ഉണ്ടോ? ഉണ്ട്. കക്ഷി നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെയാണ്. ആര്? നമ്മുടെ സുശീലോ? സുശീലോ ദുശീലോ അതെനിക്കറിയില്ല. അവരിഷ്ടത്തില്ല. അവനെ എനിക്കറിയാം. ഇതിൽ പിന്നെ നല്ലൊരു ബന്ധം എന്റെ അനിയത്തിക്ക് കിട്ടാനില്ല. ഉറപ്പിച്ചു കഴിഞ്ഞോ? അവൻ എന്താ ഒരു കുറവ്? ഇതൊക്കെ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ? എനിക്കറിയാം. ഞാൻ അവന്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. സ്നേഹമുള്ള കുടുംബം, സ്വന്തം വീട് പോലെയാ എനിക്ക് തോന്നിയത്. ആദ്യം നമ്മുടെ കാര്യം നടക്കട്ടെ. അപ്പോ സ്വന്തം കാര്യം ചിന്താബാദ്. ഒക്കെ നന്നായി നടന്നാ മതിയായിരുന്നു. എന്താ നിനക്ക് സംശയം? ഇതിനു വേണ്ടിയല്ലേ ഞാൻ ഓടി വന്നത്? ഇങ്ങനെ നേരം കളയാതെ ഇങ്ങോട്ട് അടുത്ത് വാടി. Simply because I love you and you love me. And together we were meant to be. So glad you're mine. നമുക്കേ അങ്ങോട്ട് പോവാ. എന്താ? വേണ്ട. അയ്യോ. വാ, വേഗം വാ. ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. എന്റെ അവസ്ഥ അത് തന്നെ. ലൈറ്റ് കണ്ടതുകൊണ്ട് കയറിയതാ. ഇതെന്റെ ശീലമാ, ഹോസ്റ്റലിലെ പതിവ്. ഏകാന്ത രാവുകളിൽ ഇങ്ങനെ ഓരോന്ന് ഓർത്തിരിക്കുക പതിവാണ്. ബോറടിക്കില്ലേ? ഇല്ല. എന്തൊക്കെ ആലോചിക്കുന്നത്? ഇഷ്ടപ്പെട്ട ചില മുഖങ്ങൾ തേടും. കൂട്ടത്തിൽ ദീപയുണ്ട്. ഒറ്റപ്പെട്ടിരിക്കുന്നത് ഇഷ്ടമാണല്ലേ? ഏയ് അതല്ല, ഓർത്തിരിക്കാൻ പലതും ഉണ്ടാകുമ്പോൾ ഏകാന്തതയാണ് നല്ലത്. ഞാൻ വന്നത് ശല്യമായോ? ഏയ്, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ അടുത്ത് കിട്ടാൻ. വരില്ലെന്ന് കരുതി. എല്ലാവരും ഉറങ്ങി. ഞാൻ പോട്ടെ. ആരെങ്കിലും കണ്ടാൽ? ചേട്ടാ, ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നേരം വെളുത്തോ? ഇങ്ങനെയാണെങ്കിൽ മൊത്തം വെളുക്കും. എണീക്കാൻ ചേട്ടാ. എന്താണെന്ന് വെച്ചാ പറഞ്ഞു തോലയ്ക്ക്. നിനക്ക് ഉറക്കല്ലേ? ദീപയ്ക്ക് എത്ര വയസ്സായെന്നറിയാമോ?
17. അതിനെന്താ, ഞാൻ ഉറക്കൊഴിച്ചിരിക്കണോ? വേണ്ടി വരും. ഇന്നവൾ കൊഞ്ചിക്കാൻ കൊച്ചുകുട്ടിയല്ല, പ്രായപൂർത്തിയായവളാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? എന്നിട്ടാണോ ആരായി എങ്ങനെയാ സ്വഭാവം എന്ന് അറിയാത്ത ഒരുത്തനെ പിടിച്ച് വീട്ടിൽ നിർത്തിയിരിക്കുന്നേ? സുശീലിന്റെ കാര്യമാണോ നീ പറയുന്നേ? നല്ല പയ്യൻ. കാഴ്ചയിൽ അങ്ങനെയൊക്കെ തോന്നും, പക്ഷേ സൂക്ഷിക്കണം. ദീപയും സുശീലും അതിര് കടക്കുന്നുണ്ടോ എന്നൊരു സംശയം. നീ കരുതുന്ന പോലൊന്നുമില്ല. അവനറിയില്ലേ കൂട്ടുകാരന്റെ വീടാണ്, കുടുംബമാണെന്ന്. എന്തൊക്കെ പറഞ്ഞാലും അധിക നാൾ ഒരുത്തനെ വീട്ടിൽ നിർത്തുന്നത് ശരിയല്ല. ലീവ് കഴിഞ്ഞവൻ പോലെ കുട്ടികൾ മിണ്ടിയെന്ന് കരുതി ഒന്നുമില്ല. നീ അതിന് ദുർവ്യാഖ്യാനം കൊടുക്കാതെ കിടന്നുറങ്ങാൻ നോക്കും. പ്രഭേ, ദാ വരുന്നു. ആ, ഇത്ര വേഗം തയ്യാറായോ? എസ്റ്റേറ്റ് കാര്യങ്ങളും ഓഫീസ് വിഷയങ്ങളും വെച്ച് താമസിപ്പിക്കരുത്. എല്ലാം ഔദ്യോഗികമായി സുദേവനെ ഏൽപ്പിക്കണം. സുദേവൻ വരുന്നുണ്ടോ? ഇല്ല. ആ പിന്നെ, നീ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് മനസ്സിൽ ശങ്ക വെച്ച് സുശീലിനോട് പെരുമാറരുത്. എനിക്കറിയില്ലേ, ഇല മുള്ളിൽ വീണാലും മുള്ള ഇലയിൽ വീണാലും ഇലയ്ക്ക കിടന്ന്. അപ്പോഴും നീ സമ്മതിച്ചില്ല. പെൺബുദ്ധി ഭയങ്കരം തന്നെ. ആ, ആര് വിളിച്ചാലും ഉടനെ എത്തുമെന്ന് പറയാ. ശരി, നല്ല ഒരു ചൂട് ചായ കൊണ്ടുവാ. സ്ട്രോങ് ആയിരിക്കണം. ഇന്നലെ രാത്രി നീ എന്തിനാ സുശീലന്റെ മുറി പോയത്? അത് ഞാൻ ഉറക്കം വരാത്തതുകൊണ്ട്. നിനക്കോ അതോ അവനോ? ഈ പ്രായത്തിൽ ഉറങ്ങാതെ നടക്കുന്നത് നല്ല ശീലമല്ല. ഇളയമ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ നോക്കുമ്പോ സുശീലേട്ടന്റെ മുറി തുറന്നു കിടക്കുന്നത് കണ്ടു. അത് കൃത്യമായി നീ കണ്ടു, ഞാനത് വിശ്വസിക്കണം. എന്താ ഇളയമേ? ഇളയമല്ല, അമ്മ. അങ്ങനെയാ ഞാൻ നിങ്ങളെ വളർത്തിയത്. ഇളയമ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സുശീലേട്ടൻ അങ്ങനെയുള്ള ആളല്ല. നിനക്ക് ഉറപ്പാണോ? നോക്ക്, എന്തൊക്കെ പറഞ്ഞാലും അവൻ അന്യനാണ്. നീ ഇന്ന് കൊച്ചുകുട്ടിയല്ല, പ്രായം തികഞ്ഞ ഒരു പെണ്ണാണ്. അത് ഓർമ്മ വേണം. ഞാൻ തെറ്റ് ചെയ്യില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ സ്ത്രീകൾ സൂക്ഷിക്കണം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞത് കുറെയൊക്കെ ഞാൻ കേട്ടു. വേണ്ട, ഇതിവിടെ അവസാനിപ്പിക്കണം. അതിഥിയായി വന്നവനെ അടിച്ചിറക്കേണ്ട ഗതികേട് വരുത്തരുത്. ദീപ വീട്ടിൽ വന്നിരുന്നു. അവൾക്ക് ആകെ സങ്കടമായിട്ടുണ്ട്. പാവ അവള്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. വേറെ ആരും അറിഞ്ഞു കാണില്ല. സുശീലും അറിഞ്ഞു കാണില്ല. ഒരു തീരുമാനത്തിലെത്താൻ ദീപയ്ക്കാവുന്നില്ല. ഞാൻ എന്താ പറയാ? നീ പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഇളയമ്മ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അച്ഛനും അറിയും. ഇങ്ങനെ എതിർക്കാൻ മാത്രം എന്താ ഉണ്ടായത്? അവര് രണ്ടാളും രാത്രി സംസാരിച്ചു നിൽക്കുന്നത് ഇളയമ്മ കണ്ടു. അത് തന്നെ. അപ്പോ വഴക്ക് പറഞ്ഞാൽ തെറ്റില്ല. അവനെങ്കിലും കുറച്ച് വിവേകം കാണിക്കേണ്ടതായിരുന്നു. ഓ, പറയുന്ന ആള് നല്ല വിവേകിയാണല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആ, നീ എന്റെ ധർമ്മപത്നിയല്ലേ, പിന്നെന്താ? ഇതെന്താ ഗന്ധർവ രാജ്യോ? മര്യാദക്ക് താലി കെട്ടിക്കണം. താലിയല്ല, ചങ്ങല തന്നെ വാങ്ങിക്കെട്ടിക്കൊള്ളാം എന്റെ മോളെ. അത് എത്രയും പെട്ടെന്ന് വേണം മോനെ സുദേവാ. അതൊക്കെ നടക്കും. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ദീപിയും സുശീലും ആണല്ലോ. എന്താണ് അതിനൊരു പോംവഴി? കാര്യം നേരിട്ട് അച്ഛനോട് പറയാ. അച്ഛൻ തീരുമാനിക്കട്ടെ. ഒറ്റടിക്ക് പറഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ കാര്യം വരുമ്പോ എഫക്റ്റ് ഉണ്ടാവില്ല. അങ്ങോട്ട് സഹായിച്ചാൽ ഇങ്ങോട്ട് സഹായം ഉണ്ടാവും. ഏതായാലും അവരെ പിരിക്കരുത്. ദീപയ്ക്ക് സഹിക്കാനാവില്ല. പ്രേമം തുടങ്ങിയെടുത്ത് തന്നെ തകരാന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. അതിനൊക്കെ നമ്മൾ ഭാഗ്യം ചെയ്തവരാ, ഒരു ശല്യമില്ല. നിന്റെ അച്ഛനാണെങ്കിൽ സൗകര്യം നോക്കി ഒഴിഞ്ഞു തരും. അയ്യടാ, അച്ഛൻ നേരിട്ട് കണ്ടാലുണ്ടല്ലോ. നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഉള്ള നേരം കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം ദീപയുടെ കാര്യം കഴിയട്ടെ. അതൊക്കെ മുറ പോലെ നടക്കും. നീ ഇങ്ങോട്ട് അടുത്ത് വന്നേ. ഏയ്,